الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والقالمين الغيظ والعافين عن الناس والله يحب المحسنين قال رسول الله صلى الله عليه وسلم في الحديث الشريف وعن عائشة رضي الله عنها قالت سمعت النبي صلى الله عليه وسلم والي يقول إن المؤمن ليدرك بحسن خلقه درجة للصائم القائم يحفظ لسانك أيها الإنسان لا يلد أنه شعبان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിലുള്ളതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് തഖ്വയുള്ളവരായിക്കൊണ്ട് ആഖിബത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് വൈന്നക ലഅലാ ഖുലുഖിൻ അലീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ സ്വഭാവത്തെക്കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ നൽകിയ ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറേ ചരിത്രങ്ങളും ആയത്തും ഹദീസുകളൊക്കെ പഠിച്ചു. അതിൻ്റെ ബാക്കി എന്നോണമാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? പലർക്കും പല സ്വഭാവങ്ങളായിരിക്കാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കിടാറുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഓരോരുത്തരുടെ സ്വഭാവത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറേണ്ടതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വരും കുത്തുകളിലൊക്കെ പഠിക്കാം. അപ്പോൾ ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചു. നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു?
ആയിഷ ബീവി ഒരൊറ്റയടിക്കാൻ ഉത്തരം പറഞ്ഞു, ആലോചിക്കുകയോ ചിന്തിക്കുകയും ചെയ്തില്ല. വകാന ഖുൽഖുഹു ഖുർആന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പൊ അതിൽ ഒതുങ്ങിയ എല്ലാ വിഷയങ്ങളും ഖുർആൻ എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരും. ഒരുപാട് പഠിക്കാണ്ട്. ഖുർആൻ എന്തെല്ലാം വിലക്കിയിട്ടുണ്ടോ അതൊക്കെ പ്രവാചകൻ വിട്ടുനിൽക്കുകയും അതിന് അടുക്കരുത് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. അപ്പോൾ പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു. ആ ഖുർആനിൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സ്വഭാവം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിൽ അവനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ കുറേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കുറേ ചരിത്രങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അതിലെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. നിങ്ങളെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുകയാണ്, അതിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു മുന്നറിയിപ്പ് പരിശോധന എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലർക്കും പല വിഷമഘട്ടങ്ങളിലൊക്കെ സമാധാനം മാപ്പാക്കി ചരിത്രങ്ങളൊക്കെ പഠിച്ചു. തന്നെ കൊല്ലാൻ വന്ന അമ്മയൊക്കെ മിന്നി. അപ്പോൾ പറഞ്ഞു, എന്നെ അള്ള രക്ഷിക്കുമെന്ന് പറഞ്ഞു, നിന്നെ ആൾ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അഫു കൊടുത്തു. അവൻ പോയി അവൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ ആൽ ഇംറാൻ 4-ാമത്തെ അധ്യായമായ ആൽ ഇംറാനിൽ പറയുകയാണ് എന്ത്? വൽ കാലിമീനൽ ഗൈല. നല്ല വാക്കാണ് കേട്ടോ, പഠിക്കാൻ. ഖുർആൻ നമ്മൾ പഠിക്കണേ. വൽ കാലിമീനൽ ഗൈല, ദേശം കോപം ഒതുക്കി വെക്കുക. അത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. ദേഷ്യം വരാൻ പാടില്ല. നമ്മൾ ഇന്നലെ കുത്തുബി കഴിഞ്ഞ എവിടെയൊക്കെ പറഞ്ഞതില്ല, ഒരാൾ വന്നിട്ട് ഒരു അറാബിയാണ് ചോദിച്ചത്, ഔസീനി, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എന്നെ ഉപദേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ലാ തഗ്ലബ സലാസ മറാത്തിൻ, 3 തവണ പറഞ്ഞു, നീ ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്. അതിന്റെ ബാക്കിയാണ് ഈ പറയുന്നത് കേട്ടോ. ഖുർആൻ പറയാണ് സൂറത്ത് ആൽ ഇംറാനിലെ 134-ാമത്തെ ആയത്ത്. ഒക്കെ അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം, പഠിച്ചിരിക്കണം. നമ്മളെ ഈ കുത്തുബത് കൊണ്ട് മനസ്സിലാവുന്നതാണ്. ഖുർആനൊക്കെ നിങ്ങൾ പഠിക്കണം, എല്ലാതും വായിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നമ്മൾ കുത്തുബ കേൾക്കുന്നു, ഖുർആൻ ശരിക്കും ഓതാനും അർത്ഥം പഠിക്കണം കേട്ടോ. വൽ കാലിമീനൽ ഗൈല, കോപം വരുമ്പോൾ ദേഷ്യം അടക്കി വെക്കുക. ഒരു മനുഷ്യന്റെ സത്യവിശ്വാസിയായ മനുഷ്യന്റെ സ്വഭാവമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ പിന്നെയും കൂടെ പഠിക്കാണ്. ദേഷ്യം വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന്, നിൽക്കുന്നവൻ ഇരിക്കണം, പിന്നെ ഒന്നുമെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദേഷ്യം ചുരുങ്ങും തണുക്കുമ്പോഴേ. ദേഷ്യം എന്ന് പറയുന്നത് പിശാചിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. മൂപ്പര് മൂട്ടിത്തരികയാണ് നമുക്ക്. നമ്മൾ എടുത്ത് ചാടുന്നു, പിന്നീട് കേരിക്കുന്നു. സബർ, ക്ഷമയില്ലാത്തതിന്റെ മറ്റൊന്നാണ് ദേഷ്യപ്പെടൽ. ക്ഷമ എന്ന് പറയുന്നത് ഈമാന്റെ പകുതി. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ഇതൊക്കെ നമ്മൾ ഈ സ്വഭാവ രീതിയിൽ പഠിക്കണം. ഷബറും ഈമത്തും നമീമത്തും സബറും ദേഷ്യമൊക്കെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ പോകണം നമ്മൾ ഓരോന്നും. ഒരു കാലിമീനൽ ഗൈല, ദേഷ്യം വരുമ്പോൾ എന്ത് വേണം? ഒതുക്കണം. അഥവാണ് സത്യവിശ്വാസ ലക്ഷണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് പ്രാബല്യമാക്കി തരുന്നുണ്ട് നമുക്ക്, ജീവിതത്തിൽ കാണിച്ചു തരാം. കാലിമീനൽ ഗൈൽ, ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുക, അത് ഒതുക്കുക, അടക്കാൻ കേട്ടോ. ജനങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്താലും മാപ്പ് നൽകുക. അത് സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങളാണ് കേട്ടോ. മാപ്പ് നൽകുക, ആരോ ആട്ടെ പറ. അനിന്നാസ്, പിന്നെന്താണ്? വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇത്തരക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടും. നമ്മൾ കഴിഞ്ഞ കുത്തി പറഞ്ഞില്ലേ, സൽസ്വഭാവമുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ ഓരോ ഹദീസ് കൂടെ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് വായിക്കാറ്. എന്താ ഹദീസിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആയിഷാ ബീവിയോട് ചോദിച്ചു. ആയിഷ ബീവി പറയാണ്, ഇന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു സത്യവിശ്വാസി യുദ്രികു ബിഹുസ്നി ഖുൽഖിഹി, അവന്റെ സൽസ്വഭാവം കൊണ്ട് അവൻ എത്തിക്കപ്പെടും, അവന് ലഭിക്കും. എന്ത്? ദറജത്തൽ സായിമി അൽ ഖായിമി, പകൽ മുഴുവനും നോമനുഷ്ഠിക്കുക, രാത്രിയിൽ നമസ്കരിക്കുക, ഖിയാമുല്ലയിലും അതുപോലെ എല്ലാ നമസ്കാരങ്ങളും നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ ദറജ, പദവി, സ്ഥാനം സൽസ്വഭാവിയായ ഒരു മനുഷ്യന് ലഭിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കരിക്കും, നോമ്പ് പിടിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ വായ തുറന്ന മനുഷ്യനെ വെറുപ്പിക്കും. ഒരു സൽസ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് കാര്യമല്ല. നമ്മൾ കുറേ ഇബാദത്ത് എടുത്തുകൊണ്ട് കാര്യമല്ല. ഇതൊക്കെ നമ്മൾ സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു സത്യവിശ്വാസി അവിടെ നിന്ന് വരുമ്പോൾ അവനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, സലാം പറയുക, ഇതൊക്കെ ഒരു മറ്റൊരു സത്യവിശ്വാസിയുടെ കടമയാണ്. അതുപോലെ സൽക്കർമ്മമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അപ്പോ ആയിഷ ബീവി എന്താ പറഞ്ഞത്? ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് സൽസ്വഭാവമുണ്ടെങ്കിൽ അവൻ എവിടെ എത്തും? പകൽ മുഴുവനും നോമനുഷ്ഠിക്കുന്നവന്റെ, രാത്രിയിലും പകലുമായി നമസ്കരിക്കുന്നവന്റെ കൂലിയും ദറജയും പദവിയും ആർക്ക് ലഭിക്കും? സ്വഭാവം നന്നായ ആൾക്ക് ലഭിക്കും.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എന്ത് പറഞ്ഞുവോ അത് സ്വീകരിക്കുക. ആ ദർജയിലേക്ക് നമ്മൾ ഉയരണം. നമ്മൾ ഇബാദത്ത് എടുക്കുന്നുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നമ്മൾ പഠിച്ചില്ല. സ്വഭാവ മര്യാദകൾ എത്ര കാര്യങ്ങൾ പഠിക്കാനല്ലേ നിങ്ങൾ കേട്ടോളി. അപ്പൊ എന്താ പറഞ്ഞത്? കാലിമിനൽ ഓയിൽ, ദേഷ്യം അടക്കി വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം ഉണ്ടായല്ലോ. ബദർ യുദ്ധത്തിൽ 70 പേർ കൊല്ലപ്പെട്ടു. മുശ്രിക്കുകളുടെ ഭാഗത്തുനിന്ന് 70 പേരെ ബന്ദികളാക്കി വെച്ചു. 14ഓളം പേര് സഹാബത്തും ഷഹീദായി. ഈ 70 പേരെ ബന്ധനസ്ഥരാക്കിയവരെ അവരെ ഉറ്റവരും ഉടയവരും വന്നിട്ട് 4000 ദീനാറ് എന്താണ് ഈ നികുതി കൊടുത്തിട്ട് മോചിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. മോചനദ്രവ്യം നൽകി കൊണ്ടുപോകുന്നു. ഓരോരുത്തരും അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് വന്ന് കൊണ്ടുപോകണു, അല്ലാത്തൊരു ബന്ദികളെ അവിടെ കഴിയണം. അവസാനമായിട്ട് അബൂസ എന്ന് പറയുന്ന ഒരു ബഹുദൈവ വിശ്വാസി, അയാൾ സാധാരണക്കാരനല്ല, കവിയായിരുന്നു. മുശ്രിക്കുകൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടും മുസ്ലിമീങ്ങളെ തേജോബോധം ചെയ്തുകൊണ്ടും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും കവിത ചൊല്ലിയിരുന്ന ഒരു കവിയായിരുന്നു അബൂസ. അദ്ദേഹത്തെ ബദർ യുദ്ധത്തിൽ ബന്ദിയായിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവരെയും വന്ന് കൊണ്ടുപോകുന്നു. എല്ലാവരും വന്ന് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തിന് ആരുമില്ല. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ കുറിച്ചറിയാം, ഞാൻ വളരെ പാവപ്പെട്ട കഴിവില്ലാത്ത ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്നെ വിട്ടുകൊണ്ടാവാൻ ആരുമില്ല, പണം മുടക്കാനും ആരുമില്ല. അങ്ങയുടെ ദയ, ആഫിയ, മാപ്പ് മാത്രമാണ് എനിക്ക് പ്രതീക്ഷ. നമ്മളാരെങ്കിലും ചെയ്യോ? നമ്മളെ കൊല്ലാൻ വന്നിട്ട് കവിത ചൊല്ലി പ്രോത്സാഹിപ്പിച്ച് വാളെടുത്തുകൊണ്ട് നബിയുടെ മുമ്പിലേക്ക് ചാടി വന്നവർ ബന്ധനസ്ഥനായിരിക്കുകയാണ്. അവനെ എന്താ പറയാ, പ്രോത്സാഹിപ്പിച്ച ആൾക്കാരൊക്കെ അവനെ കൈയൊഴിഞ്ഞു. ആരുമില്ല ഇപ്പൊ കൊണ്ടാവാന്. ഇവിടെ ബന്ധനസ്ഥനായി നിൽക്കുകയാണ്. അവൻ നബിയോട് പറയാണ്, നിങ്ങൾ എന്നെ വിട്ടു തരണം, എനിക്ക് കഴിവാണെങ്കില്ല, ഒരു കഴിവെനിക്കില്ല, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കി തരണം. നമ്മൾ ചെയ്യോ? ഇസ്ലാം തങ്ങൾ പറഞ്ഞു, ഇതിഹാബ് അന്തത്തിളക്കാൾ, ഇനി പോയിക്കോ, നിന്നെ മോചനം ധരിക്കും, എനിക്ക് ഒന്നും തരണ്ട, ഇനി പോയിക്കോ. ഇവനെ വിട്ടു. സന്തോഷത്തോടു കൂടി മക്കത്തേക്ക് പോയി. അതിന്റെ കൂടെ ഒരു കാര്യം പഠിക്കാം. 3-ാം കൊല്ലം ഹിജറ 3-ാം കൊല്ലം എന്തുണ്ടാവുകയാണ്? ഉഹദ് യുദ്ധം ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ ചുരുക്കം മാത്രം പോരാ, അതിലേക്ക് ഇവരെ ക്ഷണിച്ചപ്പോ ഇവൻ പറഞ്ഞു പാട്ടുപാടാണ്, കവിതയല്ലാണ്. അപ്പൊ ഇവൻ പറഞ്ഞു, ഒരിക്കലേക്ക് മാപ്പ് തന്നതാണ്, എന്നിട്ട് എന്നെ വിട്ടതാണ്, ഇനി എന്നോടുള്ള ആ കാര്യം പറയണ്ട. ഇനി എന്റെ കയ്യിൽ നബിന്റെ കയ്യിൽ മുഹമ്മദിന്റെ കയ്യിൽ കിട്ടിയാൽ എന്നെ വെറുതെ വിടൂല. എന്നിട്ട് അവൻ പിന്മാറിയിട്ടും, അത് യുദ്ധത്തിൽ വരുമ്പോൾ പഠിക്കാവുന്ന കേസാണ്. എന്നിട്ടും അവൻ രണ്ടാമത് വീണ്ടും വരുമ്പോൾ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുപോയി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വൈരാഗ്യമുള്ള ശത്രുവിന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്തു. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, ദേഷ്യം വരുമ്പോൾ അത് ഒതുക്കി നിർത്തുക, അത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്, സ്വഭാവത്തിന്റെ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ട് ഒരു ജൂത കുടുംബം താമസിച്ചിരുന്നു. ആ ജൂത കുടുംബത്തിന്റെ ഒരു പെൺകുട്ടിയുടെ പതിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന സമയത്ത് പ്രവാചകനെ ചീത്ത പറയുകയും വീട് അടിച്ചു വൃത്തിയാക്കിയ വേസ്റ്റുകൾ പ്രവാചകന്റെ ദേഹത്തേക്ക് മോഹത്തേക്കാൾ എറിഞ്ഞുവിടും. പ്രവാചകൻ പോകുന്ന വഴിയിലൂടെ ഉപദ്രവങ്ങളും മുള്ളും വൃത്തികളൊക്കെ ഇടുക. പ്രവാചകനൊക്കെ തട്ടി നീക്കിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. ഈ പെൺകുട്ടിക്കുള്ള ദിവസമുള്ള പണി എന്തായിരുന്നു? ഇതായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ആ പെൺകുട്ടിയെ കാണാനില്ല. അപ്പൊ പ്രവാചകൻ അന്വേഷിച്ചു, എന്താണ് ഇവൾക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, അവൾ രോഗിയായി കിടക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്തിച്ച് അവിടെ കിടക്കട്ടോള്, കുറച്ചു കാലം ഉപദ്രവിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൾ അന്വേഷിച്ച് ചെന്നേക്കുമ്പോൾ അവള് സുഖമില്ലാതെ കിടക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടേക്ക് തന്നെ ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കുടുംബവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ ദിവസവും ഉപദ്രവിച്ചിരുന്ന ഒരു വ്യക്തി, അടിച്ചുപോയ വേസ്റ്റുകളൊക്കെ പ്രവാചക നേരത്തേക്ക് കൊണ്ടിട്ടിരുന്നത്, അതാ വന്നിരിക്കുന്നു, ഒരു പക്ഷേ എന്നെ ഉപദ്രവിക്കാനായിരിക്കാം. പ്രവാചകൻ പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല,
എന്താണ് സഹോദരിക്ക് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ഉമ്മ പറഞ്ഞു, കുറച്ചേറെ സുഖമല്ല, പനിയാണ്. സാരമില്ല, തനിക്ക് ഇപ്പോൾ മാനസികമായിട്ട് പ്രശ്നമുണ്ടോ? എന്നെ എന്നും ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നതല്ലേ, അത് പറഞ്ഞ് ഇനിയും ചെയ്യാം, അവിടെ ഒരു പ്രശ്നമില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, തനിക്ക് ശിവ നൽകട്ടെ. ആ മറുപടി കണ്ടോ, അൽ ഖാലിമീനൽ ഗൈബ്, ദേഷ്യം വന്നപ്പോൾ ദേഷ്യം അടക്കുക, വൽ ആഫീനാനി നാസ്, തന്നെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക, സൽസ്വഭാവത്തിന്റെ ലക്ഷണം. പ്രവാചകൻ ഈ പ്രഖ്യാപനത്തോടുകൂടി അക്ഷരാർത്ഥത്തിൽ പേടിച്ചിരുന്ന ജൂത കുടുംബം ഞെട്ടിപ്പോയി. അവർ അവിടെ വെച്ച് തന്നെ തങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതൊക്കെയാണ് ചരിത്രങ്ങൾ കേട്ടോ. ഇങ്ങനെയാണ് സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കേണ്ടത്. ഒരു ചരിത്രം കൂടി പറയാം. ബദർ യുദ്ധത്തിൽ തന്നെ പിടിക്കപ്പെട്ട ഉമൈർ എന്ന് പറയുന്ന ഒരു മുശ്രിക്കിന്റെ മകൻ ഉമൈർ ബിൻ വഹബ്, അവന്റെ മകന് മദീനത്ത് ബന്ദിയാണ്, മക്കത്താണ്. അവനെ പിടിച്ചുകൊണ്ടുവരാനും ചെലവഴിക്കുവാനും ഒന്നും ഇവന്റെ അടുത്ത് പൈസ അല്ല. ഈ കവിയുടെ ചരിത്രം പറഞ്ഞതുപോലെ തന്നെ ദിവസങ്ങളാണ് കഴിയുന്നു, ഓരോരുത്തർ അങ്ങനെ ഓരോരോ ബന്ദികളെ മോചിപ്പിച്ച് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ഉമൈർ സഫ്വാനോട് പറഞ്ഞു, ഉമയ്യനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ വിട്ട് കിട്ടണം, അതിനു വേണ്ടി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ സഫ്വാൻ അത്യാവശ്യം സമ്പന്നനൊക്കെയാണ്. അപ്പൊ സഫ്വാൻ ഉമൈറിനോട് പറഞ്ഞു, സഫ്വാൻ പറഞ്ഞ ആദ്യം എനിക്ക് പ്രാരാബ്ധമാണ്, കടമാണ്, കുടുംബ പ്രാരാബ്ധം, എൻ്റെ മക്കളെ നോക്കാനൊന്നും നിനക്ക് കഴിയില്ല. എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ വാള് കൊണ്ടുപോയിട്ട് മുഹമ്മദിന്റെ തല വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് എൻ്റെ മകനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞു. അപ്പോ സഫ്വാൻ പറഞ്ഞു, ആ കാര്യത്തിൽ നീ ബേജാറാവണ്ട, തൻ്റെ മകൾക്കളെയും കുടുംബത്തിന്റെയും കടങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നീ പോയി മുഹമ്മദിനെ വധിച്ച് തല കൊണ്ട് ഇങ്ങോട്ട് വാ, എൻ്റെ മാനി മോചിപ്പിച്ച് എല്ലാം ചെയ്യാം. ഈ കാര്യം, ഈ കരാറ് ഉമൈറും അതുപോലെ തന്നെ സഫ്വാനും മാത്രമേ അറിയുള്ളൂ, ആരോടും പറയും വേണ്ട. അങ്ങനെ ഉമൈർ വാളെടുത്ത് ഊട്ടി അതിന് വിഷം പുരട്ടിക്കൊണ്ടാ പോകണം. എന്താ വിഷം പുരട്ടിയാൽ എവിടെയും വെട്ടുകൊണ്ടാ ശരിയാവും, മറ്റേ കഴുത്തിനൊക്കെ വെട്ടണ്ടേ മരിക്കണമെങ്കിൽ. ഈ വിഷം പുരട്ടിയ വാള് ശരീരത്തെ എവിടെയും തട്ടിയാൽ മതി, വിഷം കയറിയിട്ട് മരിക്കും. അങ്ങനെ വളരെ ഊർജ്ജസ്വലോട് പോവുകയാണ്. മദീനയിലേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂം പള്ളിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ വരിക. അപ്പൊ ഈ രംഗം എന്താണ്, ഉമർ റളിയല്ലാഹു കണ്ടു. ഉമർ റളിയല്ലാഹു പറഞ്ഞ രംഗത്തിനാണ് ഈ കൽബ് എങ്ങോട്ടാണ് വരുന്നത്? അള്ളാഹുവിന്റെ ശത്രു, പ്രവാചകന്റെ ശത്രുവായ ഈ കൽബ് എന്ന് പറഞ്ഞ നായനാർത്ഥം വാളേജുമായിട്ട് എങ്ങോട്ടാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം, അത് സൗകര്യം ചെയ്തു തരൂ. എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തിനാണ് ഈ വാള്? അത് ഞാൻ അറിയാതെ എടുത്താണ്. വാളിങ്ങനെ കഴുത്തി തൂക്കിക്കൊണ്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചു, പ്രവേശനാനുമതി നൽകി. പ്രവാചകന്റെ അടുത്തേക്ക് വന്നു, പ്രവാചകൻ അടുത്തിരുത്തി. എന്താ ആഗമന ഉദ്ദേശം? എന്താണ്? എൻ്റെ മകനെ മോചിപ്പിക്കലാണ് ആഗമന ഉദ്ദേശം. അതിനെന്താണ് വിഷം പുരട്ടിയ വാളുമായി നീ വന്നിരിക്കുന്നത്? അത് ഞാൻ എടുത്തു വെക്കാൻ മറന്നുപോയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഫ്വാനും നീയും ചെയ്ത കരാർ എന്താണ്? സഫ്വാൻ നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കാം, നിന്റെ കടങ്ങൾ വീട്ടാം, തന്റെ മകനെയും മോചിപ്പിച്ച് എന്നെ കൊണ്ട് തലയോട് ചെന്നാൽ എന്നല്ലേ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഇത് കേട്ട ഉടനെ ഉമേർ ഞെട്ടിപ്പോയി. ഉമേർ അക്ഷരാർത്ഥത്തിൽ ഉമേർ ഞെട്ടി. ഉമേർ പറഞ്ഞു, ചിന്തിച്ചു, ഞാനും സഫ്വാനും മാത്രം അറിയുന്ന ഈ കാര്യം മുഹമ്മദ് എങ്ങനെ അറിഞ്ഞു? മുഹമ്മദിന് ആകാശത്തിൽ നിന്ന് വിളിയാളം, ആകാശത്തിൽ ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട്, ആ വഴിയിലൂടെയാണ് ഇത് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് ഒരു പ്രവാചകൻ തന്നെയാണ്, സത്യത്തിന്റെ വാക്താവാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇദ്ദേഹത്തിനോട് മുമ്പ് രക്ഷപ്പെടുകയോ ഇദ്ദേഹത്തെ അവിശ്വസിക്കുകയോ ചെയ്യാൻ ഇനി ഞാനില്ല. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമൈർ സ്വീകരിച്ചു. ഉമൈർ പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കരാർ അത് തന്നെയാണ്. കണ്ടോ, അതാണ് അലീമിന്റെ വ്യാഖ്യാനം. ദേഷ്യം വരുമ്പോൾ അടക്കുക, ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കുക. അങ്ങനെ മാപ്പ് കൊടുത്തു. മാപ്പ് കൊടുത്തിട്ട് അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഈ കൽബ് എടുക്കാൻ വരുന്നു, വാളും പിടിച്ച് നിൽക്കുകയാണ്. ഇയാളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അപ്പൊ ശരിയാക്കാൻ വാള് താഴെ വെച്ചു.
ഇദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് ദീനിന്റെ അത്യാവശ്യ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിന്ന് കുറച്ച് ഖുർആനും അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൻ്റെ മകനെ കൂട്ടി പോയിക്കോ, മക്കയിലേക്ക് പോയിക്കോ, മകൻ മോചിതനാണ്. അപ്പോൾ സഫ്വാൻ ഇവിടെ അക്ഷമനായിട്ട് ക്ഷമയില്ലാതെ മക്കയിലൂടെ തെരഞ്ഞു നടക്കുകയാണ്. ഉമേറിനെ കണ്ടോ, ഉമേറിനെ കണ്ടോ, ഉമേർ എന്താ വരാത്ത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഉമേർ സന്തോഷം തന്റെ മകന്റെ കയ്യും പിടിച്ചു വരുന്നു. അവിടെ ചെന്ന് കണ്ടപ്പോൾ സഫ്വാൻ ഉമേറിനെ കണ്ടപ്പോൾ തന്നെ എന്ത് പറഞ്ഞു? സഫ്വാൻ പറഞ്ഞു, ഉമേർ പറഞ്ഞു, ഞാൻ തൻ്റെ ഈ കാര്യത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒഴിവായിട്ടുണ്ട്. എനിക്ക് ഇനി മുഹമ്മദിനോടുള്ള ഒരു ശത്രുതയും എനിക്കില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനി വ്യക്തിബന്ധം മാത്രമാണ്. ആദർശപരമായി ഇനി ഞാൻ തൻ്റെ കൂട്ടത്തിലില്ല, ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിർ. സൂറത്ത് സഫിൽ കേട്ടോ. ശത്രുക്കൾ അള്ളാഹുവിന്റെ പ്രകാശത്തെ മായിച്ച് കളയുക നിങ്ങളുടെ വായയിൽ നിന്ന്, അതായത് തൗഹീദിനെ എടുത്തു കളയുവാൻ ശത്രുക്കൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹുവിന്റെ പ്രകാശത്തെ അള്ളാഹു പൂർത്തിയാക്കും, അവർ വിലർത്തി തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ. ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ എത്ര തന്നെ പ്രവർത്തിച്ചാലും അള്ളാഹു അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ശത്രുവായിപ്പോയ ഉമർ മിത്രമായി തിരിച്ചു വന്നത് എന്താണ്? ആഫിനാസ്, വിട്ടുവീഴ്ച, ദേഷ്യം അടക്കി വെക്കൽ, കോപം അടക്കി വെക്കൽ, വിട്ടുവീഴ്ച ചെയ്യൽ. ഒരു ഹദീസ് പറഞ്ഞു നിർത്തട്ടെ. എന്താണ്? അബീ ഉമാമ റളിയല്ലാഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, അന സഈമുൽ ബൈത്തി ഫി റബദിൽ ജന്ന. നമുക്കില്ലാത്ത സ്വഭാവം. അന സഈം എന്ന വാദിക്കുന്നവൻ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവൻ എന്നൊക്കെ ഇതിന്റെ അർത്ഥം. അന സഈമിന്റെ ബൈത്തും ഫി റബദിൽ ജന്ന, സ്വർഗത്തിന്റെ താഴ്വരയിൽ ഒരു പാർശ്വഭാഗത്ത്, സ്വർഗത്തിന്റെ പാർശ്വഭാഗത്ത്, സ്വർഗം തന്നെ നിരവധി നിയാമത്ത് നിറക്കപ്പെട്ട ഒന്നാണ്. അതിൽ ഒരു ഭാഗത്ത് ഒരു വീട് കൊണ്ട് ഞാൻ നിങ്ങൾക്കിതാ വാഗ്ദാനം ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അന സഈമുൽ ബൈത്ത്, എന്താണ്? ഫി റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത്. അതുണ്ടായിരിക്കുന്ന ഗുണമെന്താണോ? നിങ്ങൾ ലിമൻ, ഒരുത്തൻ, തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ. മനസ്സിലാക്കി വെക്കുക. രണ്ടാള്, രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് വ്യക്തികൾ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ടായി, തർക്കമുണ്ടായി. ഒരു ആൾക്ക് അവൻ പറയാണ്, എന്റെ ഭാഗത്താണ് സത്യം, നമ്മളെ ഭാഗത്താണ് സത്യം, മറ്റേ ഒരു അഴിൽപ്പിടിവാശിക്കാരാണ്. ഇതിങ്ങനെ വാക്കേറ്റമുണ്ടായാൽ ഭയങ്കരമായ പ്രശ്നമുണ്ടാവും. അപ്പൊ ആ സത്യത്തിന്റെ ആൾക്കാർ തർക്കം ഇല്ലാതാക്കാൻ വേണ്ടി, തറക്കൽ മിറാഅ, തർക്കമില്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ അവർ പറയുന്ന കാര്യത്തിന് സമ്മതിച്ചു കൊടുത്താൽ, ഞാൻ നമുക്കായിരിക്കാം, എന്നാലും തർക്കം, പ്രശ്നം ഇല്ലാതിരിക്കാൻ അഫൂവ, ക്ഷമിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ പറയുന്നവരെ, അങ്ങനെ വിട്ടുവിട്ട ചെയ്യുന്നവരെ, നിങ്ങൾക്ക് മുഹിക്കൻ, നിങ്ങൾ സത്യത്തിന്റെ ആൾക്കാർ തന്നെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയുണ്ട്? വസ്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ, വസ്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ എന്തുണ്ടാവും? ഒരു വീടുണ്ടാവും, ഒരു വീട് ഉണ്ടാവും. വേറെ ഹദീസുണ്ട്, അത്തരം പ്രശ്നങ്ങളിൽ ഒരുത്തൻ മൻ സബറ, ഒരുത്തൻ ക്ഷമിച്ചാൽ അള്ളാഹുവിനെ ഉയർത്തും. എന്ത് കാര്യത്തിൽ ഞാൻ ക്ഷമിച്ചിരുന്നാൽ അവന് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റു വല്ല ഇതാവട്ടെ, എന്താണെങ്കിലും അവനെ വിട്ടുവീഴ്ച ചെയ്ത് ശ്രമിച്ചാൽ അറിയാതെ അള്ളാഹു അവനെ ഉയർത്തും. നമ്മൾ ഇതൊക്കെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ് ഈ അധീസികളും സ്വഭാവങ്ങളൊക്കെ. സമൂഹങ്ങൾ തമ്മിൽ എപ്പോഴും സ്നേഹത്തിലായിരിക്കണം. കുടുംബത്തിലും എല്ലാവരോടും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചക്ക് വാപ്പയും മക്കളും കുടുംബങ്ങളും അയൽവാസികളും നാട്ടുകാരും ഒക്കെ
തയ്യാറായാൽ രാജ്യത്ത്, കുടുംബത്തില്, സമൂഹത്തിലൊക്കെ എന്തുണ്ടാവും? ക്ഷമയും സമാധാനവും ഉണ്ടാവും. അവസാനിച്ചില്ല കേട്ടോ, ഇനി കേട്ടോളൂ. ലിമൻ തറക്ക, നീ ലിമൻ തറക്ക, ഒരുത്തൻ ഉപേക്ഷിച്ചു അൽ കദിബ വൈൻകാന മാസിഹൻ, തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക. ഒരു ദിവസം നമ്മൾ എത്ര നുണ പറഞ്ഞു എന്ന് വീട്ടിൽ ചെന്ന് നമ്മൾ കിടക്കുമെന്ന് ആലോചിക്കുക. എന്ത് എത്ര കളവ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര കളവ് പറയാ. നേരത്തെ കഴിഞ്ഞ ആഴ്ച ആറാബി വന്ന് പറഞ്ഞ മാതിരി ഒരാറാബി വന്നിട്ട് പറഞ്ഞു, ഔസിയ റസൂലല്ലാഹ്, പ്രവാചകരെ എന്നെ ഉപദേശിച്ച് തന്നാൽ എനിക്ക് കുറെ ഉപദേശം തന്നെന്ന് പറഞ്ഞു. അപ്പോൾ സ്വല്ലല്ലാഹു തങ്ങൾ എന്താ ഉപദേശിച്ചു കൊടുത്തത്? ഇത് സമയത്ത് പോയി നിസ്കരിക്കണം, അതല്ലാണ്. ലാ തക്ദീബ് സലാസ മറ, 3 തവണ നുണ പറയരുത്, നുണ പറയരുത്, നുണ പറയരുത്. വഖുലിൽ ഹഖ വഇൻകാന മുറ, എത്ര വിപരീതഘട്ടങ്ങളിലായാൽ പോലും, ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും സത്യം മാത്രം പറയുക, അതിന് മാത്രമേ വിജയമുള്ളൂ, നിലനിൽപ്പുള്ളൂ. അതും സ്വഭാവ സംസ്കരണത്തിന്റെ മര്യാദയിൽപ്പെട്ട ഒന്നാണ് സത്യം പറയുക, ദേഷ്യപ്പെടാതിരിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. അപ്പോൾ ഈ ഹദീസ് പറയുന്നത് എന്താണ്? ലിമൻ തറക്കൽ കദിബ വൈൻകാന മാസിഹൻ, തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക. ഇന്ന് എത്ര കളവാ പറയുന്നത്? ചിരിപ്പിക്കാൻ വേണ്ടി നുണ, എന്തെല്ലാനോ നുണക്ക്. കളവിന് യാതൊരുമില്ല. മൊത്തമായും ചില്ലറയായും കിട്ടാവുന്ന ഒന്നാണ് നുണ പറയലും, അത് കേട്ട് ആസ്വദിക്കലും. അങ്ങനത്തെ ആൾക്കാർക്ക് എന്തുണ്ടാവും? ബൈത്തുൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥലത്ത്, സ്വർഗത്തിന് ഉന്നതമായ സ്ഥലത്ത് ഒരു വീട് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പൊ 3 വിഭാഗം ആൾക്കാർ. ഒന്ന് ആരാണ്? ഒരിക്കലും തന്നെ കാര്യം നമ്മുടെ അടുത്താണെങ്കിൽ തന്നെ തർക്കമില്ലാതെയാക്കാൻ വേണ്ടി തർക്കം ഉപേക്ഷിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ആൾ എങ്ങനത്തെ ആളാണ്? അവന് അവന്റെ അടുക്കൽ തന്നെ അവൻ സ്വർഗത്തിലുള്ള ഒരു നുണ പറയാത്ത ആള്. രണ്ടാമത്തത് നുണ പറയാത്ത ആള്. ഇനി മൂന്നാമത്തെ ആളാണ്. മൂന്നാമത്തെ ആൾക്ക് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശത്ത്, ഒന്ന് സ്വർഗത്തിന്റെ മധ്യത്തില്, രണ്ടാമത്തെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥലത്ത്. അപ്പോ ഇവന് കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിലായിരിക്കും വീടുണ്ടായിരിക്കുക. ഒന്ന് സ്വർഗത്തിന്റെ ഒരു പ്രാന്തപ്രദേശത്താണ് കേട്ടോ. 2 മതി. മൂന്നാമത്തെ ആളെ സ്വഭാവമാണ്, അതിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഒന്ന്, തർക്കം നമുക്ക് അനുകൂലമായ കാര്യങ്ങളാണെങ്കിൽ തന്നെ തർക്കം ഉപേക്ഷിക്കാൻ വേണ്ടി സമ്മതിച്ചു കൊടുക്കുക. 2, തമാശക്ക് പോലും കളവ് പറയാത്തത്. മൂന്നാമത്തേതാണ് എന്താണ്? വൈത്തുൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം. ലിമൻ ഹുസ്നു ഖുൽഖുഹു, സൽസ്വഭാവമുള്ള ഒരാൾക്ക് എന്തുണ്ടാവും? അവനും ഇത്തരത്തിലുള്ള സ്വർഗത്തിന് ഏറ്റവും ഉന്നതിയിൽ ഒരു വീടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ 3 കടക്കാർ തർക്കത്തിന് വേണ്ടി തർക്കം നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിലും വേണ്ടി തർക്കമില്ലാതിരിക്കാൻ, പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു കൊടുക്കുക. തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക. സൽസ്വഭാവത്തിന്റെ ഉടമ. ഇങ്ങനെ 3 വ്യക്തികൾക്ക് എന്തുണ്ടാവും? സ്വർഗത്തിൽ പ്രത്യേകമായ ചില വീടുകൾ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഖറക്കും മിന്നി മജ്ലിസ് യൗമിൽ ഖിയാമ, സ്വർഗത്തിൽ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത ആൾക്കാരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരും ആരൊക്കെയായിരിക്കും? അവർ ഹാസിനിക്കും അഖ്ലാഖ, സൽസ്വഭാവത്തിന്റെ ആൾക്കാർക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് സ്ഥാനം ലഭിക്കും കേട്ടോ. ഇനി ആ ഹദീസിന്റെ വാക്യം എന്താണ്? വഅബലക്കും ഇലയ്യ വഅബലക്കും മിന്നി യൗമിൽ ഖിയാമ, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവരും ഏറ്റവും അകറ്റി നിർത്തുന്നവരും മഹ്ശറിൽ ചെല്ലുമ്പോൾ അതാരാണ്? 3 സ്വഭാവം കേട്ടോ പറഞ്ഞു നിർത്തുക. എന്താണ്? ഒന്ന്, സർസാറൂന, വായാടികൾ എന്ന് പറയാം. നിർത്താതെ സംസാരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവോ എങ്ങനെ സംസാരിക്കുന്ന ആൾക്ക് അവന് ഇഷ്ടമുണ്ടായിരിക്കുക. മുതസദ്ദിഖൂന എന്ന് പറഞ്ഞാൽ കൃത്രിമമായ കാര്യങ്ങൾ പറയുക എന്നുള്ള അതിൻ്റെ അർത്ഥം. അതായത് നുണ സംസാരിക്കുകയും വളരെ അലങ്കാരത്തോടുകൂടി സാഹിത്യത്തോടുകൂടി ഏതെല്ലാം മേഖല കിട്ടി അവിടെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പൊടിപ്പുന്നെങ്കിലും കൂട്ടി ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പറയുക എന്നർത്ഥം. അവർക്കും റസൂലുള്ളാഹിക്ക് സ്ഥാനം ലഭിക്കുകയില്ല. മറ്റൊന്ന് വൽ മുതഫയ്യിഖൂന. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ മുതഫയ്യിഖൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ പറഞ്ഞു, അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ, കിബിർ നടിക്കുന്നവർ. ഇത്തരത്തിലുള്ള 3 കൂട്ടർക്കും എന്തില്ല? റസൂലുള്ളാഹിയുടെ അടുക്കൽ സ്ഥാനം ലഭിക്കുകയില്ല. 3 കൂട്ടർക്ക് സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശം
സ്വർഗത്തിന്റെ മധ്യത്തിൽ സ്വർഗത്തിന് ഉന്നതമായ സ്ഥലത്തൊക്കെ 3 വീട് പ്രത്യേകമായി ലഭിക്കും. ഇതിനൊക്കെ നമ്മൾ എന്തുണ്ടായിരിക്കണം? നമ്മുടെ സ്വഭാവം നന്നാക്കണം. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെയുള്ള കാര്യങ്ങൾ ഇനി നാവ് കൊണ്ടും മറ്റുള്ള കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത കുത്തുബയിൽ അറിയിക്കാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തം ശരീരത്തിടുന്നത് പോലെ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. അല്ലാഹു ഞാൻ ഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ ലുഹാ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പറഞ്ഞത്. ഇന്ന് മെഗാ ഓഫറുകളാണ് ഒക്കെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് അള്ളാഹു സ്വീകരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. അതിലുപരിയായിട്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി, മൻ ഖറഅ ആയത്തുൽ കുർസി മിൻ ദുബരി കുല്ലി സലാത്തുൽ മക്തൂബ, എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ എന്താണ്? അഅലമുൽ ഖുർആനി, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഹദീസുണ്ട് കേട്ടോ. ഖുർആനിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ആർക്കും മനപ്പാഠം ഉണ്ടോ? ഇല്ലാത്തവർ അൽ ബഖറയിലെ 255 ആയത്താണത്. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം അൽ ബഖറയാണ്. അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ആയത്ത്. കടത്തെ സംബന്ധിച്ചാണ് ആ ആയത്ത്. അതിൽപ്പെട്ട ഒരായത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഓതി ശീലിക്കുക. കഴിഞ്ഞ ഒരു ലുഹാ നമസ്കാരം പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. ഇതിന് വലിയ പണിയൊന്നുമില്ല. അർദ്ധരാത്രി 2 മണിക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി എല്ലാവരും അലാറം വെച്ച് ഉണർന്ന് പന്ത് കണ്ടു. അതിന് നമുക്കൊരു വിഷമമില്ല. അതിന് സമയം കളയാനും ഉറക്കത്ത് പ്രശ്നം നമുക്ക് വരുന്നില്ല. നേരം വെളുക്കുന്നത് വരെ പന്തളി കണ്ട് സുബഹി നിസ്കരിക്കാതെ കിടക്കുക, ഇതൊക്കെ ഭൗതികത്തിലുള്ള താല്പര്യമാണ്, ഈമാന്റെ കുറവാണ്. എത്ര ചെറുപ്പക്കാരൊക്കെ സുബഹി, ഞങ്ങളവിടെ എല്ലാ പള്ളികളിലും സുബഹി ജമാഅത്തിന് ആളിലായിരുന്നു. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. അർദ്ധരാത്രി തഹജ്ജുദ് നിസ്കരിക്കൽ ശക്തമായ സുന്നത്താണ്. എത്ര ആള് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്. പന്തളി കഴിഞ്ഞു, അതേ സമയത്ത് 2 മണിക്കും 3 മണിക്കൊക്കെ ഇന്ത്യൻ സമയത്ത് അമേരിക്കയിൽ ലോകകപ്പ് ഉണ്ടായപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും തട്ടിക്കൊട്ടി എണീറ്റ് പന്തളി കണ്ടു. എത്ര പേര് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കണ്ടെത്തി. സഹോദരിമാരെ, നമ്മൾ ഈ ജീവിതം നശ്വരമല്ലേ. ഇപ്പം ഞങ്ങളവിടെ മിഞ്ഞാന്ന് ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ചെറുപ്പക്കാരൻ, ഓൻ സ്റ്റോക്ക് വന്ന ഡ്രൈവറായിരുന്നു. കാലുകൊണ്ട് പതുങ്ങി പാവം അങ്ങാടിക്ക് പള്ളിക്കൊക്കെ വന്നിരുന്നു. മിഞ്ഞാന്ന് അത് പുരാകാലത്ത് മരിച്ചു. മരിക്കാനുള്ള തീരം ഈ കാലിൻ്റെതല്ല, വേറെ അറ്റാക്കാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ എവിടെ വെച്ച് മരിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. കഴിയുന്നത്ര സൽക്രമങ്ങൾ ചെയ്യുക. അങ്ങനെ ആയത്തുൽ കുർസി പതിവാക്കുക. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും ആയത്തുൽ കുർസി ഓതുക. അത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഓന്നില്ല. അൽ ബഖറയിലെ 255 ആയത്ത് അൽ ബഖറ. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ല സലാത്തിൻ മക്തൂബ, എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും അത് ഓതി ശീലിച്ചാൽ ലം യംനഅഹു ദുഖൂലുൽ ജന്ന ഇല്ലാ മൗതു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന് ഒരു തടസ്സവുമില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു തടസ്സവുമില്ല. എന്തല്ലാതെ ഇല്ലൽ മൗത്ത്, മരണം മാത്രം. മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. അതിനെന്താ ചെയ്യേണ്ടത്? 2 മണിക്ക് എണീറ്റിട്ട് പന്തൽ കാണുന്നത് പോലെ ഈ ഭാഗത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അത് തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ച് പറയുന്നത്. അതിന് പ്രത്യേകമായ കൂലിയുണ്ട്. തഹജ്ജുദ് നിസ്കരിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതുപോലെ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ, ജുമാ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ ആയത്ത് പഠിക്കുക, അത് ഓതി ശീലിക്കുക. എന്നാൽ
സ്വർഗം ലഭിക്കാൻ ഒരു തടസ്സവുമില്ല, മരണം മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല അത്തരക്കായി നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികളൊക്കെ ബർസഹി ലോകത്താണ് റബ്ബേ. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികളും ഞങ്ങൾക്കുമൊക്കെ ആഫിയത്തോടുകൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. മാരക രോഗങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ക്യാൻസർ രോഗം, ബ്ലോക്ക്, സ്ട്രോക്ക്, ഒരുപാട് പലതരം പുതിയ രോഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളൊക്കെ നീ കാക്കണേ തമ്പുരാനെ. ലക്ഷങ്ങൾ ചെലവാക്കി ജീവൻ കിട്ടാതെ ആസ്പത്രിയിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവന്ന രംഗം അല്ലാഹുവേ, അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ. എനിക്ക് ആ വിവാഹത്തെടുക്കാൻ ആഫിയത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ഞങ്ങളുടെ മക്കളെ പോറ്റുവാൻ ഞങ്ങൾ ചെയ്യുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന പലരും പല പ്രവൃത്തികളും ചെയ്യുന്നതാണ്. ഹലാലായ മാർഗത്തിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഞങ്ങൾക്കിനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കുട്ടികൾക്കൊക്കെ മാതൃകയാകേണ്ട അധ്യാപികമാർ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അത്തരത്തിലുള്ള പിത്തകളിലും ഷെറിൽ നിന്നും ഈ സമുദായത്തെയും സമൂഹത്തെയും ഞങ്ങളെ മക്കളെയും നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ. പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠനത്തിലും ജോലിയിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ പെൺകുട്ടികൾ വിവിധ കോഴ്സുകൾ പഠിക്കുന്നവരുണ്ടാവാം. അവർ നല്ല മാർക്കോട് പാസ്സാക്കി പ്രായപൂർത്തിയെത്തിയ എല്ലാ മക്കൾക്കും കുഫുവത്തെ ഇണകളെ നൽകി നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഏതെല്ലാം മേഖലകളിൽ ശത്രുക്കളും മസിയാരുക്കളും ഉണ്ടെങ്കിൽ ആളുടെ ശത്രുതയിൽ നിന്നും അസൂയയിൽ നിന്നും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ജീവിക്കുന്ന കാലം അന്തസ്സിലും അഭിമാനത്തിലും ഇജ്ജത്തിലും ജീവിക്കുവാനും അവസാനം ഈമാൻ കിട്ടി മരിക്കുവാനും ഞങ്ങളെ ഞാൻ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വഹ്ലി കഫറത വൽ ളാലിമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا